അടുത്ത മാസം ദുബൈയിലും പാകിസ്ഥാനിലുമായി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഇന്ത്യയുടെ 15 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അജിത് അഗാക്കറും സെലക്ഷൻ കമ്മിറ്റിക്കൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കോച്ച് ഗൗതം ഗംഭീറും ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഈ സ്ക്വാഡ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോൾ ഈ സ്ക്വാഡിലെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കോച്ച് ഗംഭീറും തമ്മിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഗംഭീറിന്റെ അഭിപ്രായങ്ങൾ പലതും രോഹിത് ശർമ്മയും അജിത് അഗർക്കറും ചേർന്ന് എതിർത്തിരിക്കുന്നു. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കായിരുന്നു ആദ്യ അഭിപ്രായ ഭിന്നത. ഇന്ത്യൻ കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ മതിയെന്ന നിലപാടായിരുന്നു ഗൗതം ഗംഭീറിന്റേത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അജിത് അഗർക്കറും ചേർന്ന് പന്തിന് വേണ്ടിയാണ് വാദിച്ചത്. അവസാനം പന്തിനെയും രാഹുലിനെയും തന്നെ കീപ്പർമാരായി തിരഞ്ഞെടുത്ത് സഞ്ജുവിനെ പുറത്താക്കുകയും ചെയ്തു. സ്ക്വാഡ് സെലക്ഷൻ സമയമുണ്ടായ മറ്റൊരു അഭിപ്രായമായിരുന്നു വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ ആകണമെന്നായിരുന്നു. എന്നാൽ രോഹിത് ഇടപെട്ട് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ശുഭ്മാൻ ഗില്ലിനെ ആക്കി. ഹാർദിക് പാണ്ഡ്യ, ശ്രേയസ് അയ്യർ, ജസ്പ്രീത് ബുംറ എന്നിവർ ടീമിലുള്ളപ്പോൾ ഇവരെ മറികടന്നാണ് ശുഭ്മാൻ ഗില്ലിനെ സെലക്ഷൻ കമ്മിറ്റി വൈസ് ക്യാപ്റ്റൻ ആക്കിയത്. ഇനി നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള സ്ക്വാഡ് നോക്കാം. ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ക്യാപ്റ്റനായി രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലുമായപ്പോൾ യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, അർഷദീപ് സിംഗ്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് മറ്റു താരങ്ങൾ. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി 20 ബംഗ്ലാദേശുമായിട്ടാണ്.